ഒരു കഥ പറയാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ തൂലികയിൽ നിന്ന് അടർന്നു വീണ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തന്ത്രക്കാരി എന്ന കഥ. ശക്തനും നീതിമാനുമായ രാജാ വിജയശേഖരൻ വിജയപുരം ഭരിച്ചിരുന്ന കാലം. വിജയപുരത്തിൻ്റെ തലസ്ഥാനമായ വിജയപുരിയുടെ അതിർത്തി പ്രദേശത്ത് പാവങ്ങൾ താമസിക്കുന്ന ഒരിടമുണ്ട്. അവിടെ ഒരു ചെറിയ വീട്ടിൽ ഒരമ്മയും മകളും താമസിച്ചിരുന്നു. അമ്മയുടെ പേര് മാധവി, മകൾ കാർത്തി. തലസ്ഥാന നഗരത്ത് കവർച്ചയും കൊലപാതകങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ ബുദ്ധിമാനായ രാജാ വിജയശേഖരവർമ്മൻ അവിടുത്തെ പ്രധാന കൊള്ളക്കാരെന്ന് പേര് കേട്ട അധിപൻ ഗോപാലനെയും കുറുക്കൻ കണ്ടുണ്ണിയെയും തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. തലസ്ഥാന നഗരത്തിലെ കൊള്ളയും കൊലപാതകങ്ങളും അമർച്ച ചെയ്യാൻ അവരെ ഏൽപ്പിച്ചു. വടക്കേ പകുതി ഒരാൾക്ക്, തെക്കേ പകുതി ഒരാൾക്ക്. 40 പട്ടാളക്കാരെ അവരുടെ സഹായത്തിന് കൊടുത്തു. മാസം 1000 വരാഹൻ ശമ്പളം. ഇനി ഈ നഗരത്തിൽ കൊലപാതകങ്ങളോ കവർച്ചയോ നടന്നു കഴിഞ്ഞാൽ ആദ്യം തലയറുക്കുക നിങ്ങളുടേതായിരിക്കും. രാജാവ് താക്കീത് ചെയ്തു. അതിനുശേഷം അവിടെ കവർച്ചകളും കൊലപാതകങ്ങളും ഉണ്ടായില്ല. അധിപൻ ഗോപാലൻ എന്ന് പറയുന്നത് വളരെ ശക്തനായ ഒരു മനുഷ്യനാണ്. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ തൻ്റെ നെഞ്ചത്തടിച്ച് അവരെ പോരിന് വിളിക്കും. ഞാൻ ലങ്കാധിപനാണ്, എനിക്ക് 20 കൈകളും 10 തലകളുമുണ്ട്, ആരുണ്ട് എന്നോട് പോരടിക്കാൻ? അങ്ങനെ നാട്ടുകാരിട്ട പേരാണ് അധിപൻ ഗോപാലൻ. മഹാസൂത്രശാലിയാണ് കുറുക്കൻ കണ്ടുണ്ണി. ഗോപാലനെ ഒരിക്കലും അദ്ദേഹം വെറുപ്പിച്ചിരുന്നില്ല. വളരെ സൗമ്യശീലനും ശാന്തനുമായിരുന്നെങ്കിലും രാത്രിയായാൽ അതിരഹസ്യമായി ഗോപാലൻ പോലും ചെയ്യാൻ മടിക്കുന്ന കവർച്ചകൾ കുറുക്കൻ കണ്ടുണ്ണി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് കുറുക്കൻ എന്ന പേര് ചാർത്തിക്കിട്ടിയത്. ഈ രണ്ടുപേരും നിയമം പാലിക്കാൻ തീരുമാനിച്ചതോടെ അവിടെ കൊലപാതകങ്ങളും കവർച്ചകളും ഇല്ലാതായി. ചെറിയ ചെറിയ കള്ളന്മാരെല്ലാം പതിയെ നഗരം വിട്ടു. അധിപൻ ഗോപാലൻ്റെ സ്വർണ്ണത്തലപ്പാവണിഞ്ഞുള്ള കുതിരപ്പുറത്തുള്ള യാത്ര ആളുകളെ ഭയപ്പെടുത്തി. 40 പട്ടാളക്കാരുടെ മുന്നിൽ ചാട്ടവാർ ചുഴറ്റിക്കൊണ്ട് അധിപൻ ഗോപാലൻ കടന്നു പോകുന്നത് ഒരു ദിവസം മാധവിയും കണ്ടു. അവൾ പുച്ഛത്തോടെ നീട്ടിത്തുപ്പി മകളെ വിളിച്ചു. കണ്ടോടി, അവൻ്റെ ഒരു എഴുന്നള്ളത്ത് കണ്ടു. എന്ത് കണ്ടു? നിന്റെ തന്തയുണ്ടായിരുന്നെങ്കിൽ അവനൊന്നും ഇങ്ങനെ നടക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിവർന്നു നിൽക്കാൻ പോലും അവന് ധൈര്യമുണ്ടായിരുന്നില്ല. ഇന്ന് അവനൊക്കെ ആളായി മാറി. രാജകൊട്ടാരത്തിലെ പ്രാവുകളെ നോക്കുന്ന ജോലിയായിരുന്നു മാധവിയുടെ ഭർത്താവിന്. പണ്ട് ടെലിഫോണും കമ്പിയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് പ്രാവുകളായിരുന്നു ദീർഘദൂരത്തേക്കുള്ള സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത്. അവയെ പരിശീലിപ്പിക്കുന്ന ചുമതലയായിരുന്നു മാധവിയുടെ ഭർത്താവിന്. അദ്ദേഹം പരാക്രമിയും വീരനുമായിരുന്നു. അയാൾ മരിച്ചതോടെയാണ് കൊട്ടാരത്തിലെ താമസം ഉപേക്ഷിച്ച് മകളും മാധവിയും ഇവിടേക്ക് താമസം മാറി വന്നത്. അമ്മ പിന്നെയും ആലോചിക്കുന്നത് കണ്ട് മകൾ ചോദിച്ചു, എന്താണമ്മേ? എടി, നമ്മളിവിടെ ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ആരും കാണുന്നില്ല. രാജാവ് പോലും നമ്മളെ മറന്നിരിക്കുന്നു. നീ ഒന്ന് പണസഞ്ചിയിൽ നോക്കിയേ, ഇനി എത്ര പണം കൂടി ബാക്കിയുണ്ട്? മകൾ അവരുടെ പണസഞ്ചി എടുത്തു. 5 വരാഹൻ മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? അത് കൊണ്ടുവാ. ഈ നാടിനെ ഒന്ന് വിറപ്പിച്ചില്ലെങ്കിൽ ഞാൻ തന്ത്രക്കാരി മാധവിയല്ല. വയസ്സായാലും എൻ്റെ ബുദ്ധിശക്തിക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. മാധവി ആ പണം വാങ്ങി. പിടികയിൽ ചെന്ന് സന്യാസി വേഷവും ജപമാലയും വാങ്ങി. തൻ്റെ വെള്ളോട്ട് കിണ്ടിയിൽ വെള്ളം നിറച്ച് 3 സ്വർണ്ണ നാണയങ്ങൾ അതിൽ നിക്ഷേപിച്ചു. സന്യാസി വസ്ത്രം ധരിച്ചു. തലയടച്ച് കാവിമുണ്ട് കെട്ടി ഒരു വൃദ്ധ സന്യാസിയായി മാറി അവൾ പുറത്തേക്കിറങ്ങി. പോകുമ്പോൾ മകളോട് ഇങ്ങനെ പറഞ്ഞു,
എനിക്ക് തന്ത്രക്കാരി എന്ന് പേരിട്ട നിന്റെ മുത്തച്ഛനാണ് സത്യം. ഇന്നീ പട്ടണത്തെ ഞാൻ വിറപ്പിക്കും. അവൾ പതിയെ പുറത്തേക്കിറങ്ങി നടന്നു. സന്യാസി തെരുവിലൂടെ ധൃതിയിൽ നടന്നു. കൊട്ടാരം കാര്യക്കാരുടെ വീടിന് സമീപമെത്തിയപ്പോൾ പതിയെ നിന്നു. ചെവിയോർത്തപ്പോൾ മാളികയിൽ നിന്ന് ശബ്ദം കേട്ടു. കാര്യക്കാരും ഭാര്യയും തമ്മിൽ എന്തോ തർക്കത്തിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ധൃതിയിൽ കാര്യക്കാർ വന്ന് കുതിരവണ്ടിയിൽ കയറി പുറത്തേക്ക് പോയി. പതിയെ സന്യാസി മാളികയുടെ മുറ്റത്തെത്തി. ഓം ജഗദംബികേ മഹാമായേ. വേലക്കാരി പുറത്തേക്കിറങ്ങി വന്നു. കൊച്ചമ്മ സങ്കടത്തിലാണ്. സ്വാമി പോയി, പിന്നീടൊരു ദിവസം വരൂ, അന്ന് ഭിക്ഷ തരാം. ഹിമാലയം തൊട്ട് ഒട്ടേറെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു വന്ന ഞാൻ ഭിക്ഷ വാങ്ങാൻ വന്നതല്ല, അർഹിക്കുന്നവർക്ക് അനുഗ്രഹം നൽകാനാണ് വന്നത്. ഇത് കേട്ട് വേലക്കാരി സ്വാമിയുടെ കയ്യിലെ തീർത്ഥം വാങ്ങി. സന്യാസി തൻ്റെ വെള്ളോട്ട് കിണ്ടിയെടുത്ത് വേലക്കാരിക്ക് കൊടുത്തു. അവളത് കുടിക്കാൻ ചുണ്ടിലേക്ക് വച്ചതും 3 സ്വർണ്ണ നാണയങ്ങൾ താഴെ വീണു. അവൾ പരിഭ്രമിച്ചു. സന്യാസി പറഞ്ഞു, മകളെ, അത് നിനക്കുള്ളതാണ്. ഭഗവാൻ നിനക്ക് കനിഞ്ഞരുളി തന്നത്. എല്ലാം ഉപേക്ഷിച്ച എനിക്കെന്തിനാണ് പണം? ഇത് കേട്ടതും വേലക്കാരി അകത്തേക്കൂടി. അതിദിവ്യശക്തിയുള്ള ഒരു സന്യാസി വന്നതായി കൊച്ചമ്മയെ അറിയിച്ചു. കൊച്ചമ്മ പുറത്തേക്കിറങ്ങി സ്വാമിയുടെ കാൽ കഴുകി പാലും പഴവും വെച്ച് സൽക്കരിച്ചു. സന്യാസി കൊച്ചമ്മയോട് പറഞ്ഞു, ഒരല്പം വിഷമത്തിലാണല്ലേ? കൊച്ചമ്മ സമ്മതിച്ചു. ഭർത്താവുമായി പിണക്കത്തിലാണല്ലേ? ഇത് കേട്ടതും അവർ അമ്പരന്നു. തൻ്റെ സങ്കടങ്ങളെല്ലാം അവർ സന്യാസിയോട് വിവരിച്ചു. ഭർത്താവുമായുള്ള തർക്കം പരിഹരിക്കാൻ എന്താണ് മാർഗമെന്ന് അന്വേഷിച്ചു. തൻ്റെ ഗുരുവായ മഹർഷിവര്യൻ ഇവിടെ അടുത്തു താമസമുണ്ടെന്നും തൻ്റെ കൂടെ വന്നാൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിത്തരാമെന്നും ആ അനുഗ്രഹത്താൽ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റാമെന്നും സന്യാസി കൊച്ചമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വേലക്കാരി കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ, അരുത്, ഒറ്റയ്ക്കു വരുന്നവർക്ക് മാത്രമേ സ്വാമി അനുഗ്രഹം ചൊരിയൂ എന്നുപദേശിച്ചു. കൊച്ചമ്മ ആഭരണങ്ങളെല്ലാം ധരിച്ചു സ്വാമിയോടൊപ്പം ഇറങ്ങിത്തിരിച്ചു. 2-3 തെരുവുകൾ അവർ പിന്നിട്ടു. തന്ത്രക്കാരി മാധവി കൊച്ചമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ തട്ടിയെടുക്കാം എന്നാലോചിക്കുകയായിരുന്നു. ഒരു പലചരക്ക് കട കണ്ടപ്പോൾ കൊച്ചമ്മയെ പുറത്തു നിർത്തി സന്യാസി അകത്തേക്ക് കയറി. കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ സന്യാസിയെ കണ്ട് വന്ദിച്ചു. വിജയകുമാറല്ലേ? അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ പറയാം. ആ പുറത്തു നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടോ? അതെൻ്റെ മകളാണ്. അവളെ എവിടെ ഏൽപ്പിച്ചു പോകും എന്ന ആശങ്കയിലാണ് ഞാൻ. എനിക്ക് പെട്ടെന്ന് ഹിമാലയം വരെ ഒന്ന് പോകേണ്ടതുണ്ട്. അവളെ ഏൽപ്പിക്കാൻ ഒരിടമില്ല. അങ്ങനെയിരിക്കെ ഇന്നലെ സ്വപ്നത്തിൽ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. വിജയപുരിയിലെ വ്യാപാരിയായ വിജയകുമാരൻ ദയാലുവായൊരു മനുഷ്യനാണെന്നും അദ്ദേഹം നിങ്ങളെ സഹായിക്കുമെന്നും സ്വപ്നത്തിൽ ആരോ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. രാവിലെയും വൈകുന്നേരവും വന്ന് എൻ്റെ മകളുടെ ക്ഷേമമന്വേഷിച്ചാൽ മാത്രം മതിയാകും. നിങ്ങൾ വരൂ, ഞാൻ എൻ്റെ വീട് കാട്ടിത്തരാം. ഞാനില്ലാത്തപ്പോൾ നിങ്ങൾ വരുന്നത് അയൽക്കാർക്ക് ഇഷ്ടമാവില്ല. ആ കച്ചവടക്കാരൻ തൻ്റെ പാത്രത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ കീശയിലാക്കി പണിക്കാരനെ കടയേൽപ്പിച്ച് സന്യാസിയോടൊപ്പം പുറത്തേക്കിറങ്ങി. സന്യാസിയും കൊച്ചമ്മയും പലചരക്ക് കച്ചവടക്കാരനും മുന്നോട്ട് നടന്നു. ആ നഗരത്തിൽ സുഗന്ധലേപനങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പണത്തോട് ഒരിത്തിരി ആർത്തിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ആ കടയുടെ മുന്നിലെത്തിയപ്പോൾ മാധവി കച്ചവടക്കാരനോടും കൊച്ചമ്മയോടും അവിടെ കാത്തുനിൽക്കാൻ പറഞ്ഞ് ആ കടയുടെ അകത്തേക്ക് കയറിപ്പോയി. ഒരു സന്യാസി വേഷത്തിൽ ഒരാൾ വരുന്നത് കണ്ട് കച്ചവടക്കാരന് മുഷിച്ചലായി. കാരണം അവർക്ക് ഭിക്ഷ കൊടുക്കേണ്ടി വരും. അതയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. സുഗന്ധലേപന വ്യാപാരിയുടെ അടുത്തു ചെന്ന് സന്യാസി പറഞ്ഞു, പണത്തോട് സ്നേഹമുള്ള ഒരാൾക്കേ ഇതിന് പരിഹാരം കാണാൻ പറ്റൂ. അയാൾ അമ്പരന്നു. അയാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കാണുന്നില്ലേ, അത് രണ്ടും എൻ്റെ മക്കളാണ്. ഞാൻ ഒരുപാട് സമ്പാദിച്ചു, പക്ഷേ അത് കൃത്യമായി വീതം വയ്ക്കാൻ കഴിയുന്നില്ല. ഞാൻ ഈ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് ഒരു തപസ് അനുഷ്ഠിക്കാൻ പോവുകയാണ്. ഞാൻ സമ്പാദിച്ചതെല്ലാം അവർക്ക് കൃത്യമായി വീതിച്ചു നൽകേണ്ടതുണ്ട്. അതിന് നിങ്ങൾക്കെന്നെ സഹായിക്കാൻ പറ്റുമോ?
സുഗന്ധലേപന കച്ചവടക്കാരൻ അതൊരവസരമായി കണ്ടു. ഇവർക്ക് ഭാഗം വെക്കുമ്പോൾ ഒരു പങ്ക് തനിക്കും അതിൽ നിന്ന് അടിച്ചെടുക്കാം. കൂടാതെ സൂത്രത്തിൽ, ആധാരത്തിൽ കൃത്രിമം കാട്ടി മുഴുവൻ സ്വത്തും സ്വന്തമാക്കാൻ കഴിയും. ഇന്ന് ആരെയാണ് കണികേണ്ടതെന്നോർത്ത് അയാൾ സന്തോഷിച്ചു. കടയിൽ നിന്ന് ഇക്കാര്യം സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരെയുള്ള തൻ്റെ മാളിക ചൂണ്ടിക്കാട്ടി ഒരു താക്കോലെടുത്ത് സന്യാസിയെ ഏൽപ്പിച്ചുകൊണ്ട് കച്ചവടക്കാരൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ മാളികയുടെ മുകൾ നിലയിൽ കാത്തിരിക്കൂ. ഈ കച്ചവടം കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അവിടേക്ക് വരാം. സന്യാസി താക്കോലുമെടുത്ത് കൊച്ചമ്മയെയും പലചരക്ക് കച്ചവടക്കാരനെയും കൂട്ടി മാളിക ലക്ഷ്യമാക്കി നടന്നു. മാളിക തുറന്ന് ആദ്യത്തെ മുറിയിൽ കൊച്ചമ്മയെ ഇരുത്തി. മാധവി കൊച്ചമ്മയോട് പറഞ്ഞു, അടുത്ത മുറിയിൽ ഗുരു ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ചെന്നൊന്ന് കാണട്ടെ. ചിലപ്പോൾ അദ്ദേഹം ധ്യാനത്തിലായിരിക്കും. ഉടനെ വരാം. പുറത്തേക്കിറങ്ങിയ മാധവി പലചരക്ക് കച്ചവടക്കാരനായ ചെറുപ്പക്കാരനെ അടുത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരുത്തി. ഞാൻ എൻ്റെ അയൽക്കാരോട് എൻ്റെ വീടിൻ്റെ പുതിയ രക്ഷിതാവ് വന്നിട്ടുണ്ട് എന്ന് പറയട്ടെ. ഉടനെ വരാം. മാധവി പുറത്തേക്കിറങ്ങി നേരെ കൊച്ചമ്മയുടെ അടുത്തെത്തി. ഇതാ ഗുരു വരാറായി. അയ്യോ, നിങ്ങളിങ്ങനെ ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞത് കാണുന്നത് ഗുരുവിന് ഇഷ്ടമാകില്ല. ചിലപ്പോൾ അനുഗ്രഹിക്കുന്നതിന് പകരം ഇതൊക്കെ വലിച്ചു പൊട്ടിച്ച് അദ്ദേഹം ശപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഊരി മാറ്റൂ. അതൊന്നും ഗുരുവിന് ഇഷ്ടമാവില്ല. കൊച്ചമ്മ തൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി ഒരു പൊതിയാക്കി വെച്ചു. മാധവി അത് സൂക്ഷിക്കാം എന്ന് പറഞ്ഞ് കയ്യിലെടുത്തു. പതിയെ പുറത്തേക്കിറങ്ങി. നാപം ജപിച്ചിരുന്നോളൂ, ഗുരു ഇപ്പോൾ വരും. വാതിൽ പുറത്തുനിന്ന് അടച്ചു. നേരെ കച്ചവടക്കാരൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. വളരെ ദേഷ്യത്തോടെയാണ് കച്ചവടക്കാരന് മുന്നിലേക്ക് മാധവി എത്തിയത്. ഞാനിത് വിചാരിച്ചതാണ്. ഇവിടെ ആളുകളുള്ളപ്പോൾ എൻ്റെ മകളുടെ കാര്യം അന്വേഷിക്കാൻ അന്യരെന്തിന് എന്നതാണ് അവരുടെ മനസ്സിൽ. പക്ഷേ അതവർ തുറന്നു പറയുന്നില്ല. പിന്നെ എന്താണ് അവർ പറയുന്നത്? കച്ചവടക്കാരൻ ചോദിച്ചു. നിങ്ങൾക്കെന്തോ പകരുന്ന രോഗമുണ്ട് എന്നാണ് അവർ പറയുന്നത്. കുഷ്ഠം ബാധിച്ച കലകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട് പോലും. ഇത് കേട്ട കച്ചവടക്കാരന് ദേഷ്യം വന്നു. അയാൾ തൻ്റെ വസ്ത്രമൂരി തറയിലേക്കിട്ടു. മാധവി അത് പതിയെ ചുറ്റിയെടുത്തു. അവർ വരട്ടെ, നോക്കട്ടെ എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും കലകളുണ്ടോ എന്ന്. അവരിപ്പോൾ വരും. കള്ളക്കൂട്ടങ്ങളാണ്. നിങ്ങളുടെ പണവും വസ്ത്രങ്ങളുമൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. മാധവി പതിയെ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആ വാതിലും പുറത്തുനിന്നടച്ചു. നേരെ സുഗന്ധലേപന കച്ചവടക്കാരൻ്റെ കട ലക്ഷ്യമാക്കി നടന്നു. കടയിലെത്തി കടക്കാരനോട് മാധവി പറഞ്ഞു, രത്നങ്ങൾ വീതം വെക്കുന്നതിലാണ് ഇപ്പോൾ തർക്കം. നിങ്ങൾ ഒന്ന് വന്ന് സംസാരിക്കണം. കച്ചവടക്കാരൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഞാൻ എങ്ങനെ പോകും? പേടിക്കണ്ട, ഞാൻ കട നോക്കിക്കൊള്ളാം. മാധവി കടയിൽ കയറി. കച്ചവടക്കാരൻ തൻ്റെ മാളികയിലേക്ക് നടന്നു. തനിക്ക് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം സന്യാസിയായി മാറിയ തന്ത്രക്കാരി മാധവി കൈക്കലാക്കി. അപ്പോഴാണ് ഒരു വെളുത്തേടൻ കുട്ടി കഴുതയെ തെളിച്ചുകൊണ്ട് അതുവഴി വന്നത്. മോനെ, നിനക്ക് ഈ കടക്കാരനെ അറിയുമോ? അവൻ എൻ്റെ മകനാണ്. ഈ കട ജപ്തി ചെയ്യാൻ ഒരു കൂട്ടർ വരുന്നു. അവർക്കിവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കരുത്. ഇതൊക്കെ അടിച്ചു പൊളിക്കണം. ഞാനിത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ചെയ്യുക എന്നാണ് ആലോചിക്കുന്നത്. കുട്ടി പറഞ്ഞു, അയ്യോ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ സഹായിക്കാം. വെളുത്തേടൻ കുട്ടി കടയിൽ കയറി ചില്ലലമാരകളും കുപ്പികളും അടിച്ചുടക്കാൻ തുടങ്ങി. ഈ സമയം സന്യാസി വെളുത്തേടൻ പയ്യൻ്റെ കഴുതപ്പുറത്ത് കയറി തൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്തു. കാർത്തി വീട്ടിൽ കാത്തിരിക്കുകയായിരുന്നു. അവൾ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു അമ്മേ? കൊട്ടാരം കാര്യക്കാരൻ്റെ ഭാര്യ, 2 കച്ചവടക്കാർ, ഒരു വെളുത്തേടൻ പയ്യൻ. ഇതാ നോക്ക്, ഇത്രയും ആഭരണങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും ഇന്ന് ലഭിച്ചു. അപ്പോൾ സന്യാസിയുടെ ഗുരുവിനെ കാത്തിരുന്ന കൊച്ചമ്മയുടെ കാര്യമോ? കുറേ നേരം തന്നെ പരിശോധിക്കാൻ നാട്ടുകാർ വരും എന്ന് കരുതിയിരുന്ന കച്ചവടക്കാരൻ വാതിൽ തള്ളി തുറന്ന് പുറത്തേക്കിറങ്ങി. അടുത്ത മുറിയിൽ നിന്ന് നാമജപം കേട്ടു. ഏറെ പ്രയാസപ്പെട്ട് ആ വാതിലും തുറന്നപ്പോൾ പെൺകുട്ടിയെ കണ്ടു. എവിടെയാണ് നിൻ്റെ അച്ഛൻ? എൻ്റെ അച്ഛനോ? അച്ഛൻ മരിച്ചിട്ട് കുറേ കൊല്ലങ്ങളായി. അപ്പോൾ സന്യാസി? അതെൻ്റെ അച്ഛനല്ല. കഥയിൽ എന്തോ പൊരുത്തക്കേടുണ്ടെന്ന് കച്ചവടക്കാരന് തോന്നി. ഇരുവരും അവരുടെ കഥകൾ പറഞ്ഞപ്പോൾ
തങ്ങൾ പറ്റിക്കപ്പെട്ടുവെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് സുഗന്ധലേപന കച്ചവടക്കാരൻ്റെ വരവ്. എവിടെ രത്നങ്ങൾ? രത്നങ്ങളോ? നിങ്ങളുടെ അച്ഛൻ പറഞ്ഞല്ലോ രത്നങ്ങൾ വീതം വെക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തർക്കത്തിലാണെന്ന്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10 കൊല്ലമായി. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് പോലുമില്ല. കച്ചവടക്കാരന് അബദ്ധം മനസ്സിലായി. അദ്ദേഹം നേരെ തൻ്റെ കടയിലേക്ക് ഓടി. അവിടെ ചെല്ലുമ്പോൾ വെളുത്തേടൻ കുട്ടി അവസാന ചില്ലലമാരയും തച്ച് തകർക്കുകയായിരുന്നു. അദ്ദേഹം കുട്ടിയെ പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ജപ്തി ചെയ്യാൻ ആൾ വരുന്നു, അവർക്കൊന്നും കൊണ്ടുപോകാനുണ്ടാകരുത് എന്ന് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊക്കെ അടിച്ചു പൊളിച്ചത്. എൻ്റെ അച്ഛനോ? എൻ്റെ അച്ഛൻ 30 കൊല്ലമായി മരിച്ചിട്ട്. വെളുത്തേടൻ കുട്ടി നോക്കുമ്പോൾ തൻ്റെ കഴുതിയെയും കാണാനില്ല. അവർ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. കൊട്ടാരം കാര്യക്കാരൻ്റെ ഭാര്യയും പലചരക്ക് കച്ചവടക്കാരനും സുഗന്ധലേപന കച്ചവടക്കാരനും വെളുത്തേടൻ കുട്ടിയും ചേർന്ന് നേരെ കൊട്ടാരത്തിലേക്ക് പോയി. രാജാവിനെ കണ്ട് കാര്യം അവതരിപ്പിച്ചു. അധിപൻ ഗോപാലനെ സന്യാസിയെ പിടിക്കാനുള്ള ചുമതല രാജാവ് ഏൽപ്പിച്ചു. 4 പട്ടാളക്കാരെ തിരയാൻ വിട്ടു. പക്ഷെ അവർക്കാർക്കും സന്യാസിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ തിരിച്ചു വന്നത് കണ്ടപ്പോൾ കുറുക്കൻ കണ്ടുണ്ണി ചിരിച്ചു. അധിപൻ ഗോപാലൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? പറഞ്ഞു കേട്ട കഥ വെച്ച് അത് തന്ത്രക്കാരി മാധവിയായിരിക്കണം. മറ്റാർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കൊട്ടാരത്തിൽ നിന്ന് പോയ ശേഷം അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ബഹളങ്ങളെല്ലാം അടങ്ങി. മാധവിക്ക് ഇരിപ്പുറക്കുന്നില്ല. ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മകൾ പറഞ്ഞു, വേണോ അമ്മേ? മാധവി പറഞ്ഞു, അധിപൻ ഗോപാലനെ എനിക്ക് പേടിയില്ല. പക്ഷേ കുറുക്കൻ കണ്ടുണ്ണി, അവൻ വിചാരിച്ചാൽ നമ്മളെ പിടിക്കാൻ കഴിയും. മാധവി വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു. ഒരു ധനികൻ്റെ വേലക്കാരിയെപ്പോലെ ഒരുങ്ങി പുറത്തേക്ക് പോയി. അന്ന് ആ നഗരത്തിലെ ഏറ്റവും വലിയ ധനികൻ്റെ മകളുടെ വിവാഹ നിശ്ചയമായിരുന്നു. പല്ലക്കുകൾ, കുതിരവണ്ടികൾ, അങ്ങനെ ആളും ബഹളവുമായി ആ ധനികൻ്റെ വീട്ടുമുറ്റം നിറഞ്ഞു നിന്നു. ആ ബഹളങ്ങൾക്കിടയിലൂടെ മാധവി ആ വീടിൻ്റെ അകത്തേക്ക് നടന്നുപോയി. ധനികൻ്റെ ഇളയ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ട് അവിടെ വേലക്കാരി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് ചെന്നു. കല്യാണ പെണ്ണിനോട് ഒന്ന് പോയി പറയൂ, പഴയ ദാസി വന്നിട്ടുണ്ടെന്ന്. എൻ്റെ മടിയിൽ കിടന്ന മോള് വളർന്നത്. കല്യാണത്തിന് ഞാൻ എന്തായാലും വരും. ഇത്രടം വരെ വന്നിട്ട് ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. വേലക്കാരി കുഞ്ഞിനെ മാധവിയുടെ കൈവശം ഏൽപ്പിച്ച് അകത്തേക്ക് പോയി. കുട്ടിയെയും കൊണ്ട് ധൃതിയിൽ അവൾ പുറത്തേക്ക് നടന്നു. നേരെ ആ വീടിന് സമീപത്തുള്ള ഒരാഭരണ കടയിൽ കയറി. അവിടുത്തെ വ്യാപാരി ധനികൻ്റെ കുട്ടിയെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ഇത്രയും വലിയൊരു കല്യാണം തൻ്റെ കടക്കടുത്ത് നടന്നിട്ടും തൻ്റെ കടയിൽ നിന്ന് ഒന്നും വാങ്ങിയില്ലല്ലോ എന്ന പരിഭവത്തിലായിരുന്നു അയാൾ. മാധവി മുത്തുപിടിപ്പിച്ച വളകളും കല്ലുമാലകളും മുടിപ്പൂവുകളുമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. കൊച്ചമ്മ തിരക്കായതുകൊണ്ടാണ് വരാത്തത്. ഞാൻ കൊച്ചമ്മയെ കാണിച്ച് ഇപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുവരാം. അതുവരെ കുട്ടി ഇവിടെ ഇരിക്കട്ടെ. നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ കുട്ടി ഇവിടെ ഇരുത്തുന്നത്? അതൊന്നും വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അവർക്ക് വേണമെങ്കിൽ ഈ കട തന്നെ വാങ്ങിക്കാനുള്ള സമ്പത്തുണ്ട്. വേണ്ട. മാധവി കടക്കാരനെ നിർബന്ധിച്ച് കുട്ടിയെ അവിടെ ഇരുത്തി. മാധവി പുറത്തേക്ക് നടന്നുപോയി. വേലക്കാരി മണവാട്ടിയോട് ചെന്ന് പഴയ ദാസി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അങ്ങനൊരു ദാസിയില്ലെന്ന് പറഞ്ഞു. വേലക്കാരി ഓടി പുറത്തേക്ക് വന്നപ്പോൾ അവിടെ കുട്ടിയെയും ദാസിയെയും കാണാനില്ല. അവൾ ആകെ പരിഭ്രമിച്ചു. വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അങ്ങനൊരു ദാസി ഇല്ലെന്നായി. കുട്ടിയെ കണ്ടുപിടിക്കാനായി എല്ലാവരും നാലുപാടും ചിതറി ഓടി. ഒടുവിൽ സ്വർണ്ണാഭരണ കടയിൽ കുട്ടിയെ കണ്ടെത്തി. ധനികൻ്റെ ജോലിക്കാർ വ്യാപാരിയെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് മർദ്ദിക്കാൻ ചെന്നപ്പോൾ തൻ്റെ ആഭരണത്തിൻ്റെ പണം തരൂ എന്നാവശ്യപ്പെട്ട അയാൾ കരഞ്ഞു. തൻ്റെ ആഭരണങ്ങളോ? തൻ്റെ കടയിൽ നിന്ന് ഞാൻ ആഭരണങ്ങൾ വാങ്ങാനോ? എനിക്ക് ഇത്ര ചെറിയ കടയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല. ആഭരണ വ്യാപാരി നടന്നതെല്ലാം അവരോട് പറഞ്ഞു. സകല കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് ഒരു വൃദ്ധയാണെന്ന് അവർക്ക് മനസ്സിലായി. കൊട്ടാരത്തിൽ ചെന്ന് തനിക്ക് സംഭവിച്ച അമളിയെപ്പറ്റി വ്യാപാരി പറഞ്ഞു. അധിപൻ ഗോപാലൻ രോഷാകുലനായി. അവളെ ചാട്ടവാറുകൊണ്ടടിക്കണം. ഉടനടി പട്ടാളക്കാരെ നാലുപാടും അയച്ചു. പക്ഷേ തന്ത്രക്കാരി മാധവിയുടെ യാതൊരു വിവരവും ലഭിച്ചില്ല.
വെളുത്തേടൻ പയ്യനാണ് തന്ത്രക്കാരി മാധവിയെ ഒരു ദിവസം തിരിച്ചറിയുന്നത്. അവൻ പട്ടണത്തിലൂടെ നടക്കുമ്പോൾ തൻ്റെ കഴുതയെ കട്ടുകൊണ്ടുപോയ സന്യാസിയെ അവൻ തിരിച്ചറിഞ്ഞു. ഒരൊറ്റ ചാട്ടത്തിന് അവൻ മാധവിയെ പിടിച്ചു. ആദ്യം മാധവി നിഷേധിച്ചെങ്കിലും പിടിവിടാൻ കുട്ടി ഒരുക്കമില്ലെന്ന് കണ്ടപ്പോൾ അവൾ പതിയെ അവനോട് സമ്മതിച്ചു. നിന്റെ കഴുതയെ കട്ടത് ഞാനാണ്. ഞാൻ ആ കഴുതയെ ഒരാൾക്ക് വിറ്റിട്ടുണ്ട്. വരൂ, നിനക്ക് ഞാൻ വാങ്ങിത്തരാം. വെളുത്തേടൻ പയ്യൻ മാധവി രക്ഷപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അവളോടൊപ്പം തന്നെ നടന്നു. പയ്യൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിച്ച് ഒടുവിൽ ഒരു ക്ഷുരകൻ്റെ കടയുടെ മുന്നിൽ അവരെത്തി. മാധവി കുട്ടിക്ക് ക്ഷുരകനെ കാട്ടിക്കൊടുത്തു. അയാൾക്കാണ് ഞാൻ ആ കഴുതയെ വിറ്റത്. ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ, നീ ഇവിടെ നിൽക്കൂ. മാധവി കടയിലേക്ക് കയറി ചെന്നു. ക്ഷുരകനോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ ഒരാൺകുട്ടിയെ? അവനെൻ്റെ മകനാണ്. അവനല്പം സുഖമില്ല. ഒരു നീറിറക്കത്തിന് ശേഷം ഇങ്ങനെയാണ്, എൻ്റെ കഴുത ഇവിടെയുണ്ടോ, എൻ്റെ കഴുത ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. വൈദ്യരെ കാണിച്ചപ്പോൾ 2 പല്ലെടുത്താൽ അസുഖം കുറയുമെന്ന് പറഞ്ഞു. നിങ്ങൾ സൂത്രത്തിൽ അവനെ ഒന്ന് വിളിച്ച് അവൻ്റെ പല്ലെടുക്കണം. ഇതാ ഒരു വരാഹൻ. ക്ഷുരകൻ സന്തോഷമായി. ക്ഷുരകൻ്റെ തൊട്ടടുത്ത് മറ്റൊരു കട തുടങ്ങിയതിനാൽ കുറച്ച് കച്ചവടം കുറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അത്. അക്കാലത്ത് ക്ഷുരകന്മാർ പല്ലെടുക്കുക, ഉഴിച്ചിൽ തുടങ്ങിയ ജോലികളൊക്കെയും ചെയ്യാറുണ്ട്. ക്ഷുരകൻ പതിയെ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ഈ തക്കത്തിന് മാധവി അവിടെ നിന്ന് വില കൂടിയൊരു കണ്ണാടിയും കൊമ്പ് കെട്ടിയ കത്തികളും എടുത്ത് പിറകുവശത്തെ വാതിൽ വഴി പുറത്തേക്കിറങ്ങിപ്പോയി. ക്ഷുരകൻ കുട്ടിയുടെ അടുത്തെത്തി. നിന്റെ കഴുത എൻ്റെ അടുത്തുണ്ട്, വരൂ, ഞാൻ തരാം. അവന് സന്തോഷമായി. ക്ഷുരകനോടൊപ്പം വെളുത്തേടൻ കുട്ടി ആ കടയിലേക്ക് കയറി ചെന്നു. അദ്ദേഹം ചവണയെടുത്ത് അവൻ്റെ പല്ലുകൾ പറിക്കാൻ തുടങ്ങി. അവൻ്റെ അലർച്ച ആ പട്ടണം മുഴുവൻ കേൾക്കാമായിരുന്നു. കുതറിയോടിയ അവനെ ബലമായി പിടിച്ചിരുത്തി വൃദ്ധ പറഞ്ഞതുപോലെ 2 പല്ലുകളും അയാൾ പിഴുതെടുത്തു. പല്ലുകൾ നഷ്ടപ്പെട്ട വേദനയിൽ അവൻ മാധവിയെ ശപിച്ചു. ക്ഷുരകൻ്റെ തലമുറയെ ആകെ ശപിച്ചു. ഒടുവിൽ പയ്യൻ്റെ കഥ കേട്ടപ്പോഴാണ് ക്ഷുരകനെ പറ്റിയ അബദ്ധം മനസ്സിലായത്. നോക്കിയപ്പോൾ വെള്ളി കെട്ടിയ തൻ്റെ കണ്ണാടിയും കൊമ്പ് കെട്ടിയ തൻ്റെ കത്തികളും കാണാനില്ല. ക്ഷുരകനും വെളുത്തേടൻ കുട്ടിയും ചേർന്ന് രാജാവിനെ പോയി കണ്ടു. തൻ്റെ പല്ലും കഴുതയും പോയതിനു ശേഷം വെളുത്തേടൻ കുട്ടി ആകെ മാനസിക പ്രയാസത്തിലായിരുന്നു. ഒരു ജോലിക്കും പോകാൻ കഴിയുന്നില്ല. മാധവിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അതിനുവേണ്ടി അവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒടുവിൽ സാധുക്കൾ സാധനങ്ങൾ വാങ്ങുന്ന പലചരക്ക് കടയുടെ സമീപത്ത് നിന്ന് അവൻ മാധവിയെ കണ്ടെത്തി. നാട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി. സകല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന തള്ള ഇതാണ്, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ചിലർ പോലീസിനെ അന്വേഷിച്ചു പോയി. എന്നാൽ പോലീസിനെ കണ്ടെത്തിയില്ല. ആവശ്യത്തിനങ്ങനെയാണ്, പോലീസുകാരെ കിട്ടില്ല. തടിമിടുക്കുള്ള 4 പേർ ചേർന്ന് തള്ളയെ അധിപൻ ഗോപാലൻ്റെ വീട്ടിലേക്ക് എത്തിക്കാം എന്നേറ്റു. വെളുത്തേടൻ കുട്ടിയും 4 പേരും തള്ളയും ചേർന്ന് അധിപൻ ഗോപാലൻ്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ എത്തി പാറാവുകാരോട് കാര്യം അന്വേഷിച്ചപ്പോൾ ഗോപാലൻ മയക്കത്തിലാണ്. ഒരു പുള്ളിയുമായാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. ചുക്കിച്ചുളിഞ്ഞ വൃദ്ധയായ സ്ത്രീയെ കണ്ടപ്പോൾ പാറാവുകാരന് മനസ്സിലായിരുന്നില്ല ഇവരാണ് കവർച്ചക്കാരിയെന്ന്. അധിപൻ ഗോപാലൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. കാരണം ഒരു സുരക്ഷിതത്വത്തിൽ എത്തിയിരിക്കുന്നു. ഇനി മാധവിക്ക് ചാടിപ്പോകാൻ കഴിയില്ല. അവരെല്ലാം അല്പം മാറി മയക്കത്തിലായി. മാധവി പതിയെ പാറാവുകാരനോട് സംസാരിച്ചു. അധിപൻ പുതിയൊരു ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും അവിടെ വെണ്ണക്കല്ലിൽ ഒരു മണിമാളിക പണിയാൻ തീരുമാനിച്ചിരിക്കുന്നെന്നും മനസ്സിലായി. വളരെ ദൂരദേശത്ത് നിന്ന് വെണ്ണക്കല്ല് ചുമന്നു കൊണ്ടുവരണം. അതിനൊട്ടേറെ പണിക്കാരെ ആവശ്യമുണ്ട്. പണിക്കാരെ തേടി ഗോപാലൻ്റെ അടുത്ത സുഹൃത്ത് നഗരത്തിലേക്ക് പോയിരിക്കുകയാണ്. മാധവി പതിയെ വെള്ളം കുടിക്കാൻ അനുവാദം വാങ്ങി അധിപൻ ഗോപാലൻ്റെ വീടിൻ്റെ പിറകുവശത്തേക്ക് നടന്നു. വേലക്കാരിയോട് കൊച്ചമ്മയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. കൊച്ചമ്മ പുറത്തേക്കിറങ്ങി വന്നു. എൻ്റെ ഭർത്താവിന് കൂലിപ്പണിക്ക് ആളെ കൊണ്ടുകൊടുക്കുന്ന ജോലിയാണ്. ഇവിടെ വെണ്ണക്കല്ല് ചുമക്കാൻ ആൾ വേണമെന്നറിഞ്ഞു. ഞാൻ 4 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചമ്മയ്ക്ക് സന്തോഷമായി. ശരിയാണ്, നോക്കുമ്പോൾ ഉമ്മറത്ത് 4 പേർ, അതിശക്തിമാന്മാർ. കൊച്ചമ്മ 10 വരാഹൻ
മാധവിക്ക് സമ്മാനമായി നൽകി. കൊച്ചമ്മയോട് മാധവി പറഞ്ഞു, ഞാൻ ഈ പിൻവാതിലൂടെ പോയിക്കോളാം. അവരെ കണ്ടുകൊണ്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. അവർക്കും സങ്കടമാകും, എനിക്കും സങ്കടമാകും. കൊച്ചമ്മ പിൻവാതിൽ തുറന്ന് മാധവിയെ പോകാൻ അനുവദിച്ചു. ഗോപാലൻ ഉറക്കമുണർന്നപ്പോൾ ഭാര്യ ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിച്ചു. വെണ്ണക്കല്ല് ചുമക്കാൻ 4 പേർ വന്നിരിക്കുന്നു. ഗോപാലൻ അത്ഭുതപ്പെട്ടു. എൻ്റെ സുഹൃത്തിനോട് മാത്രമാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് അവരറിഞ്ഞത്? അദ്ദേഹം പുറത്തേക്ക് വന്നു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, തന്ത്രക്കാരി മാധവിയെ പിടിച്ചുകൊണ്ടുവന്നവരാണ് അവർ. അവരെ കബളിപ്പിച്ച് തന്ത്രക്കാരി മാധവി ഇവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അധിപൻ ഗോപാലന് അതൊരു പുതിയ തിരിച്ചറിവ് തന്നു. തന്ത്രക്കാരി മാധവിയെ കണ്ടാൽ തിരിച്ചറിയുന്ന ആളുകളെ ലഭിച്ചിരിക്കുന്നു. തൻ്റെ പട്ടാളക്കാർക്ക് മാധവിയെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ കൂടി തൻ്റെ പട്ടാളത്തോടൊപ്പം ചേർത്തു. ഇത്തവണ മാധവി രക്ഷപ്പെടില്ല. നഗരത്തിലാകെ തിരയാൻ അവർക്ക് അനുവാദം നൽകി. അവരെല്ലാവരും ചേർന്ന് ഒടുവിൽ മാധവിയെ കണ്ടെത്തി. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിയെങ്കിലും ആ വൃദ്ധയ്ക്ക് ഓടുന്നതിന് പരിമിതിയുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം അവരെല്ലാവരും ചേർന്ന് മാധവിയെ പിടിച്ചു കെട്ടി അധിപൻ ഗോപാലൻ്റെ വീട്ടിലേക്ക് നടന്നു. വഴിമധ്യേ അധിപൻ്റെ നിർദ്ദേശമെത്തി, അവരെ ജയിലിലേക്ക് കൊണ്ടുപോകൂ. നാളെ രാവിലെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം അവരെ എന്തു ചെയ്യണമെന്ന്. ജയിലിലെത്തിച്ചപ്പോൾ ജയിലധികാരിക്ക് അവരെ അവിടെ പാർപ്പിക്കാൻ മടിയുണ്ടായിരുന്നു. കാരണം അധിപനെത്തുമ്പോഴേക്കും മാധവി ചാടിപ്പോയാൽ അത് ജയിലധികാരിക്ക് ബുദ്ധിമുട്ടാകും. അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തി. ജയിലിൻ്റെ മുറ്റത്തുള്ള മൈതാനത്ത് ഒത്ത നടുക്കായി അവരെ കെട്ടിയിടുക. രാത്രി മുഴുവൻ അവർക്ക് കാവലിരിക്കുക. അങ്ങനെ മാധവിയെ മൈതാനത്തിൻ്റെ നടുക്ക് കുറ്റിയടിച്ച് അതിൽ കെട്ടിയിട്ടു. ജയിലിൻ്റെ മുന്നിൽ ഇവരെല്ലാവരും ചേർന്ന് കാവലിരുന്നു. ദൂരെ കുറ്റിയിൽ കെട്ടിയിട്ട മാധവിയെ അവർക്ക് കാണാം. ഉറക്കം വരാതിരിക്കാൻ അവർ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നു. നേരമിരുട്ടിയപ്പോൾ ഒരു വഴിയാത്രക്കാരൻ അതുവഴി വന്നു. അവരോടൊപ്പം കുശലാന്വേഷണത്തിൽ പങ്കുചേർന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഒരാൾ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ വരുന്നത് വിജയപുരിയേക്കാളും വലിയൊരു നഗരത്തിൽ നിന്നാണ്. പിന്നെന്താണ് നിങ്ങൾക്കിവിടെ കാണാനുള്ളത്? ഞാനിവിടെ ശിവക്ഷേത്രത്തിന് സമീപമുള്ള എംബ്രാതിരിയുടെ കടയിൽ നിന്ന് ഒരു ദിവസം ഒരു നെയ്യപ്പം കഴിച്ചു. എന്താ ടേസ്റ്റ്! ഞാൻ ആ നെയ്യപ്പത്തിൽ ആകൃഷ്ടനായി. ഇപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടേക്ക് വരും. നെയ്യപ്പം കഴിക്കുക ഞാനൊരു പതിവാക്കിയിരിക്കുകയാണ്. വഴിയാത്രക്കാരനും സൈനികരും തമ്മിലുള്ള സംഭാഷണം മാധവിക്ക് കേൾക്കാമായിരുന്നു. നെയ്യപ്പം അന്വേഷിച്ചു വന്ന അദ്ദേഹം മറ്റു പലതും സംസാരിച്ച് കട ലക്ഷ്യമാക്കി നടന്നുപോയി. മാധവിയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ രാജ്യത്തെ ശിക്ഷാരീതികൾ അറിയാഞ്ഞിട്ടാണ്. ഞാൻ വളരെ ചെറിയൊരു തെറ്റ് മാത്രമാണ് ചെയ്തത്. അതിനാണ് ഈ കടുത്ത ശിക്ഷ. ഇവിടെ അടുത്ത് ശിവക്ഷേത്രത്തിനടുത്ത് ഒരു എംബ്രാതിരിയുടെ കടയുണ്ട്. ഞാനും അദ്ദേഹവും ഒന്ന് തെറ്റി. അദ്ദേഹം വിൽക്കാൻ വെച്ചിരിക്കുന്ന നെയ്യപ്പത്തിൽ ഞാനൊന്ന് തുപ്പി. അതിനാണ് എനിക്ക് ശിക്ഷ. നാളെ രാവിലെ 100 നെയ്യപ്പം കഴിക്കണം. എന്തൊരു കഠിനമാണത്! വഴിയാത്രക്കാരൻ പറഞ്ഞു, 100 നെയ്യപ്പോ? അയ്യോ, ഈ ശിക്ഷ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ 100 നെയ്യപ്പം കഴിച്ചേനെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിവിടെ കിടക്കൂ. വഴിയാത്രക്കാരന് അത് സമ്മതമായിരുന്നു. നെയ്യപ്പത്തോടുള്ള കൊതി കാരണം മാധവിയുടെ കെട്ടഴിച്ചു. മാധവി ധരിച്ചിരിക്കുന്ന വസ്ത്രം അദ്ദേഹവും വഴിയാത്രക്കാരൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാധവിയും ധരിച്ചു. കാവൽക്കാർ കാണാതെ വളരെ ഭദ്രമായി മാധവി അദ്ദേഹത്തെ ആ കുറ്റിയിൽ കെട്ടിയിട്ടു. നേരം വെളുത്തു. കാവൽക്കാർ പതിയെ മാധവിയെ കെട്ടിയിട്ടിരിക്കുന്ന മൈതാനത്തിൻ്റെ നടുക്കിലെത്തി. തട്ടി വിളിച്ചപ്പോൾ അത് വഴിയാത്രക്കാരൻ. അദ്ദേഹം ആവേശത്തോടെ എഴുന്നേറ്റു. എവിടെ 100 നെയ്യപ്പം? കൊണ്ടുവരൂ, ഞാൻ കഴിക്കാം. മാധവി രക്ഷപ്പെട്ടതായി കാവൽക്കാർക്ക് മനസ്സിലായി. വഴിയാത്രക്കാരനോട് അവർ കാര്യങ്ങൾ പറഞ്ഞു. ഒരു രാത്രി മുഴുവൻ തണുപ്പിൽ കിടക്കേണ്ടി വന്ന അയാൾ വൃദ്ധയെ ശപിച്ചു. അതോടെ മാധവിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. മകൾ കാർത്തിയാണ് പുറത്തിറങ്ങി കാര്യങ്ങൾ അന്വേഷിക്കുക. അധിപൻ ഗോപാലൻ 40 പട്ടാളക്കാരുമായി നേരിട്ട് മാധവിയെ തിരക്കിയിറങ്ങിയിരിക്കുന്നു. ഇക്കാര്യം കാർത്തി മാധവിയുടെ ചെവിയിലെത്തിച്ചു. മാധവി പറഞ്ഞു, അവനെ ഒരു പാഠം പഠിപ്പിക്കണം. കാർത്തി പറഞ്ഞു, അത് ഞാൻ ഏറ്റു. അമ്മയുടെ മകളാണെന്ന് ഞാൻ തെളിയിക്കും. പണ്ടേ നിനക്കിത്തിരി കുസൃതി കൂടുതലാ, നിന്നെക്കൊണ്ട് പറ്റും. മാധവി സമ്മതിച്ചു.
അവിടെയുള്ളൊരു സത്രത്തിൽ അധിപൻ ഗോപാലനും സംഘവും കൂടിച്ചേരുന്നുണ്ടെന്ന് കാർത്തി അറിഞ്ഞു. വിവിധ പ്രദേശങ്ങളിൽ തിരയാനുള്ള അനുമതി നൽകുന്നതിന് വേണ്ടിയായിരുന്നു അത്. കാർത്തി ഒരാൺകുട്ടിയുടെ വേഷം സംഘടിപ്പിച്ചു. അത് ധരിച്ച് നേരെ സത്രത്തിലേക്ക് പോയി. സത്രക്കാരനോട് പറഞ്ഞു, അധിപൻ ഗോപാലനും സംഘവും വരുന്നുണ്ട്. രാജ്യകാര്യങ്ങൾ സംസാരിക്കാൻ. അതുകൊണ്ട് ഇവിടെ ഒരു ജീവി പോലും ഉണ്ടാകാൻ പാടില്ല. അധിപൻ ഗോപാലനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സത്രക്കാരന് സന്തോഷമായി. രാജ്യകാര്യമാണ്. ചോദിച്ചതിലും കൂടുതൽ കാശ് കിട്ടും. അദ്ദേഹം സത്രത്തിൻ്റെ താക്കോൽ പയ്യനെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് പോയി. ഗോപാലനെയും പട്ടാളക്കാരെയും സ്വീകരിക്കുന്നതിന് വേണ്ടി കാർത്തി അവിടെയെല്ലാം ഒരുക്കി. തോരണങ്ങളും പൂക്കളും വിതറി. 10 പേരടങ്ങുന്ന ആദ്യ സംഘമാണ് എത്തിയത്. കാർത്തി 10 പാത്രങ്ങളിലേക്കും വീഞ്ഞൊഴിച്ചു. അതിലവൾ അവീൻ കലർത്തിയിരുന്നു. പട്ടാളക്കാരെല്ലാം ബോധം കെട്ടു വീണു. അവരുടെ വസ്ത്രങ്ങളും ആയുധങ്ങളും അവൾ ഊരിയെടുത്തു. അടുത്ത 10 പേർ വന്നു. അവരെയും ഇതുപോലെ മയക്കി അവരുടെ ആയുധങ്ങൾ അവൾ കൈക്കലാക്കി. ഏറ്റവും ഒടുവിൽ അധിപൻ ഗോപാലനെത്തി. എവിടെ എൻ്റെ പട്ടാളക്കാർ? എവിടെ സത്രമുടമ? അങ്ങ് ക്ഷമിക്കണം, അച്ഛന് തീരെ സുഖമില്ല. എന്നെ ഏൽപ്പിച്ച് അച്ഛൻ പോയതാണ്. എനിക്കാണെങ്കിൽ ഇവയൊന്നും വശമില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടിയനോട് ക്ഷമിക്കണം. പട്ടാളക്കാരെത്തിയില്ലേ? എത്തി. ഒരു വൃദ്ധയെ കണ്ടെന്ന് ആരോ പറഞ്ഞ് അവർ പെട്ടെന്ന് ഓടിപ്പോയതാണ്. അധിപൻ ഗോപാലിന് സമാധാനമായി. വളരെ നേരത്തെ തന്നെ മാധവിയെ പിടിക്കാൻ കഴിയും. കാർത്തി ഒഴിച്ചു കൊടുത്ത വീഞ്ഞ് അല്പാൽപമായി അദ്ദേഹം കുടിച്ചു. അങ്ങയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു. എനിക്ക് വലുതായാൽ ഒരു പട്ടാളക്കാരനാവണം. തീർച്ചയായും നിന്നെ ഞാൻ എൻ്റെ പട്ടാളത്തിൽ ചേർക്കും. അത് പറഞ്ഞു തീരും മുമ്പേ അധിപൻ ഗോപാലൻ ബോധരഹിതനായി വീണു. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളും വസ്ത്രങ്ങളും അപഹരിച്ച് കാർത്തി വീട്ടിലേക്ക് പോയി. അമ്മയ്ക്ക് അവയൊക്കെ കാഴ്ചവെച്ചു. ആദ്യം ഉണർന്നത് അധിപൻ ഗോപാലനാണ്. എല്ലാ പട്ടാളക്കാരെയും അദ്ദേഹം ചവിട്ടി വിളിച്ചു. വീഞ്ഞു കുടിച്ചത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. ഉടനെ തന്നെ സത്രമുടമയെ വിളിപ്പിച്ചു. എവിടെ നിങ്ങളുടെ മകൻ? എൻ്റെ മകനോ? എനിക്ക് 4 പെൺമക്കളാണ്. അപ്പോൾ നിങ്ങൾ ആരെയാണ് സത്രം ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ വിട്ട ആളാണെന്നാണ് എന്നോട് പറഞ്ഞത്. അധിപൻ ഗോപാലന് അബദ്ധം മനസ്സിലായി. ഏറെ നിരാശനായി അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയി. രാജാവിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. കുറുക്കൻ കണ്ടുണ്ണിക്ക് മാധവിയെ പിടിക്കാനുള്ള അധികാരം രാജാവ് നൽകി. കുറുക്കൻ കണ്ടുണ്ണി ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ മാധവിയുടെ വീട് കണ്ടുപിടിച്ചു. ഒറ്റയ്ക്ക് മാധവിയുടെ വീട്ടിലേക്ക് പോയി. വാതിൽ മുട്ടി. ഞാൻ കുറുക്കൻ കണ്ടുണ്ണിയാണ്. മാധവി പറഞ്ഞു, ഞങ്ങളെ ജീവനോടെ പിടിക്കാൻ നിനക്ക് കഴിയില്ല. മാധവി പേടിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇതൊരു സന്ധിയാണ്. നീ രാജകൊട്ടാരത്തിലേക്ക് വരിക. കുറുക്കൻ കണ്ടുണ്ണിയുടെ കൂടെ മാധവിയും മകളും കൊട്ടാരത്തിലെത്തി. തന്ത്രക്കാരിയുടെ സൂത്രപ്പണികളെല്ലാം കേട്ടറിഞ്ഞ രാജാവ് കൽപ്പിച്ചു, ഇവളെ കൊണ്ടുപോയി തൂക്കിലേറ്റുക. മാധവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് അങ്ങയുടെ പ്രാവുകളുടെ നോട്ടക്കാരനായിരുന്നു. അദ്ദേഹം മരിച്ചതോടെയാണ് ഞങ്ങൾ കഷ്ടസ്ഥിതിയിലായത്. ഞാൻ മോഷ്ടിച്ചതെല്ലാം എൻ്റെ പക്കൽ ഭദ്രമായുണ്ട്. അതെല്ലാം ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തുകൊള്ളാം. അങ്ങ് ഞങ്ങളെ കൈവിടില്ലെന്ന് ഉറപ്പുണ്ട്. അങ്ങയോട് സംസാരിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. തൻ്റെ പ്രാവുകളെ പരിശീലിപ്പിക്കുകയും നോക്കുകയും ചെയ്ത സേവകൻ്റെ ഭാര്യയോട് രാജാവ് അതോടെ ക്ഷമിച്ചു. മാധവിക്ക് ആ ജോലി നൽകി. 3 പാറാവുകാരെ സഹായത്തിന് നൽകി. പ്രാവുകളെ പരിശീലിപ്പിക്കുന്നതിനടുത്തുള്ള വീട്ടിൽ താമസ സൗകര്യമൊരുക്കി കൊടുത്തു. തൻ്റെ കളവ് മുതലുകളെല്ലാം മാധവി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകി. വെളുത്തേടൻ പയ്യന് 2 സ്വർണ്ണപ്പല്ലുകൾ വെക്കാനുള്ള പണവും നൽകി. 40 പട്ടാളക്കാരിൽ നിന്നും അധിപൻ ഗോപാലിൽ നിന്നും അപഹരിച്ച ആയുധങ്ങൾ മാത്രം അവൾ തിരിച്ചു നൽകിയില്ല. പുതിയ താമസ സ്ഥലത്തിന് അലങ്കാരമായി അവ തൂക്കിയിട്ടു. അധിപൻ ഗോപാലൻ വൈരാഗ്യം പുറത്തു കാട്ടാതെ അത് കണ്ടില്ലെന്ന് നടിച്ച് നടന്നു.